ശരിക്കും നിങ്ങൾ സീരിയസ് ആയിട്ടാണ് പഠിച്ചത്, നിങ്ങൾ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ആസ്പിരൻ്റ് ആണെങ്കിൽ ഇത് കണ്ട് നിങ്ങൾക്ക് പേടിയാവും, നിങ്ങൾക്ക് പെയിൻ വരും, നിങ്ങൾക്ക് കഷ്ടപ്പാട് വരും, നിങ്ങൾക്ക് തോന്നും അയ്യോ അപ്പോൾ എനിക്ക് കിട്ടൂല എന്നുള്ള കാര്യങ്ങൾ. നിങ്ങളിത് മനസ്സിലാക്കുന്നത് 1 മാസം മുന്നെയോ 1.5 മാസം മുന്നെയോ ആണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് ഒരാളൊന്നും ഇല്ല എന്നുള്ളതാണ് ഈ പ്രിപ്പറേഷൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം വരുന്നുണ്ടാവുക. നമ്മൾ നീറ്റിന് വേണ്ടിയിട്ട് തയ്യാറെടുത്ത് കഴിഞ്ഞോ എന്ന് നമ്മൾ എങ്ങനെ അറിയാം? ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. സപ്പോസ് ഇപ്പോൾ ആരെങ്കിലും ഒരാൾ നമ്മുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു തരാണ്, യു ആർ പ്രിപ്പയർഡ്, നിനക്ക് എന്തായാലും ഗവൺമെൻറ് സീറ്റ് കിട്ടും എന്ന് വളരെ റിലയബിൾ ആയിട്ടുള്ള ഒരാൾ നമ്മുടെ തോളിലൊക്കെ തട്ടി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ചെറുതൊന്നുമല്ല. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഒരാളൊന്നും ഇല്ല എന്നുള്ളതാണ് ഈ പ്രിപ്പറേഷൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം വരുന്നുണ്ടാവുക. സോ വാട്ട് വി ഹാവ് ടു ഡൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെ സ്വയമായിട്ട് നമ്മുടെ പ്രിപ്പയർഡ്നെസ്സിനെ അളക്കാനുള്ള ടൂളുകൾ, അല്ലെങ്കിൽ അത് പ്രിപ്പയർഡ്നെസ് കൂട്ടിയെടുക്കാനുള്ള ടൂളുകൾ നമ്മൾ കണ്ടെത്തുകയും കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യണം. ആൻഡ് ഇറ്റ്സ് നോട്ട്, ഞാനിപ്പോൾ പറയാൻ വേണ്ടി പോകുന്ന എന്തോ ഒരു പുതിയൊരു ടൂളിനെ പറ്റിയിട്ടാണെന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെ തോന്നുന്നതാണ്. ഐ എം ടെല്ലിങ് അബൌട്ട് ദ വളരെ ബേസിക് ആയിട്ടുള്ള ഫൗണ്ടേഷണൽ ആയിട്ടുള്ള നമ്മുടെ ആയുധത്തിനെ പറ്റിയിട്ടാണ്. ഇറ്റ്സ് അബൌട്ട് ദ മോക്ക് എക്സാംസ്. മോക്ക് എക്സാം എന്ന് പറയുന്ന സാധനം ദാറ്റ് ഈസ് ദ വൺ തിങ് ദാറ്റ് വിൽ ടെൽ യു നിങ്ങൾ എത്രത്തോളം എത്തി, എവിടം വരെ എത്തി, ഇനി എത്രത്തോളം മുന്നോട്ട് പോകാനുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി പറ്റുന്ന ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടൂളാണ്. ആൻഡ് അത് എപ്പോഴാണ് നിങ്ങൾ ആദ്യമായിട്ടൊരു മോക്ക് എക്സാം എഴുതേണ്ടത്, അല്ലെങ്കിൽ എത്ര എണ്ണം എഴുതണം എന്നുള്ളതൊക്കെ ഇങ്ങനെ ഭയങ്കര ഫ്രീക്വൻ്റായിട്ട് ഇങ്ങനെ എന്താ പറയുക, പുകയുന്ന ചോദ്യങ്ങളാണ്. എപ്പോഴും സ്ഥിരമായിട്ട് ആളുകൾ ചോദിക്കും എത്ര എണ്ണം എഴുതണം, എപ്പോൾ എഴുതണം എന്നുള്ള കാര്യങ്ങളൊക്കെ. സോ ലെറ്റ് us ഡിസ്കസ് ദ മോക്ക് എക്സാംസ് ഇൻ ഡീറ്റെയിൽ ആസ് സച്ച്. എപ്പോൾ എഴുതി തുടങ്ങണം, എങ്ങനെയാണ് പോകേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ. ആദ്യം തന്നെ ഒരു മിത്ത് ബേസ്റ്റ് ചെയ്തിട്ട് തന്നെ നമുക്ക് തുടങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട്. സാധാരണ ഇതിൽ പറയുന്നത് ഈ ഫുൾ ടോപ്പിക് നീറ്റ് എക്സാം എഴുതുന്നത് നമ്മൾ ഫുൾ ടോപ്പിക്കും പഠിച്ച് കഴിഞ്ഞിട്ടാണ് എന്നുള്ളതാണ്. സാധാരണ ഗതിയിൽ ആളുകളൊക്കെ പറയാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഡോപ്പയിലൊക്കെ തന്നെയാണെങ്കിലും തുടക്കം മുതലേ നമ്മൾ ഫുൾ ടോപ്പിക് എക്സാമുകൾ കൊടുക്കാറുണ്ട്. റിവിഷൻ തുടങ്ങുന്ന സമയത്തൊക്കെ തന്നെ ഇത് കൊടുത്തു തുടങ്ങും. അപ്പോൾ പല കുട്ടികളും, അല്ലെങ്കിൽ ചില കുട്ടികളുടെ പേരൻസ് അടക്കം പറയാറുണ്ട് ആ ഫുൾ ടോപ്പിക് ഒന്നും എഴുതാനായിട്ടില്ല, കാരണം ഫുൾ ടോപ്പിക്ക് നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ, പഠിക്കാതെ നമ്മൾ എങ്ങനെ ഫുൾ ടോപ്പിക് എഴുതുക എന്നുള്ളൊരു കാര്യം ചോദിക്കാറുണ്ട്. ദാറ്റ് ഈസ് എ റോങ് തിങ്, വെരി 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 റോങ് തിങ്. കാരണം നമ്മൾ ഒരു ഫുൾ ടോപ്പിക് എക്സാം എഴുതുന്നത് നമുക്ക് അപ്പം മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടല്ല. എക്സാം എഴുതുന്നതിനുള്ള 2 ഘടകങ്ങൾ, ഒന്ന് നമ്മുടെ അറിവും, 2 നമ്മുടെ സ്ട്രാറ്റജികളുമാണ്. നമ്മുടെ സ്ട്രാറ്റജികളിൽ എസ്പെഷ്യലി പറഞ്ഞാൽ ടൈം മാനേജ്മെൻറ്റ്, ക്വസ്റ്റ്യൻ റീഡിങ്ങിൻ്റെ സ്പീഡ്, സില്ലി മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്യുക എന്ന് പറയുന്ന പോലത്തെ, അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് സ്ട്രാറ്റജികൾ അടിപൊളിയാക്കി എടുക്കാറുണ്ട്. ഈ സ്ട്രാറ്റജികൾ കൂടി ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോക്ക് എക്സാം എഴുതുന്നുണ്ടാവുക. ഫസ്റ്റത്തെ ഫുൾ ടോപ്പിക് എക്സാം നിങ്ങൾ എപ്പോൾ എഴുതണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ടെല്ലിങ് ലൈക്ക് ആസ് ഏർലി ആസ് പോസിബിൾ. എസ്പെഷ്യലി ഇപ്പോൾ നമ്മൾ +2 ഒക്കെ കഴിഞ്ഞിട്ട് തുടങ്ങാൻ വേണ്ടി പോകുന്ന ആൾക്കാരോടാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ പറയുന്നത് നിങ്ങൾ ക്രാഷൊക്കെ കഴിഞ്ഞ് ക്രാഷ് തീർന്ന്, കാരണം ക്രാഷ് തീർന്നത് മെയ് 1-ാം തീയതി മെയ് 2-ാം തീയതി ആയിരിക്കും. അതിന് കഴിഞ്ഞിട്ടൊരു ഫുൾ ടോപ്പിക് എക്സാം എഴുതാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ആണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് കറക്ഷൻസ് വരുത്താനുള്ള നേരോ സംഗതികളൊന്നും ഉണ്ടാവില്ല. സോ +2 കഴിഞ്ഞ ആൾക്കാരായിക്കോട്ടെ, റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിക്കോട്ടെ, പകുതി വഴി പഠിച്ച് നിൽക്കുന്ന ആൾക്കാരായിക്കോട്ടെ, ഐ വിൽ ബി ടെല്ലിങ് മിനിമം നിങ്ങൾ എക്സാമിന് ഒരു 1.5 മാസം മുന്നേ അല്ലെങ്കിൽ 1 മാസം മുന്നേ എങ്കിലും നിർബന്ധമായിട്ടും ഒരു ഫുൾ ടോപ്പിക് മോക്ക് എക്സാംസ് എഴുതിയിട്ടുണ്ടാവണം എന്നുള്ളതാണ്. വൺ എക്സാം മിനിമം, വെരി ഫസ്റ്റ് വൺ. വൈ? ബിക്കോസ് ആ എക്സാം എഴുതുന്ന സമയത്ത് അന്നേരം നമുക്ക് കുറേ ഇൻസൈറ്റ്സ് കിട്ടാനുണ്ട്, കുറേ തിരിച്ചറിവുകൾ നമുക്ക് വരും. ബേസിക്കലി നമ്മൾ എത്രത്തോളം പഠിച്ചു, നമ്മൾ എത്രത്തോളം പഠിച്ചില്ല, നമ്മൾ എത്ര പുറകിലാണ്, നമ്മുടെ ടൈം മാനേജ്മെൻറ്റ് എത്രത്തോളം മോശമാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. ഇതൊക്കെ അറിയുന്ന സമയത്ത് പെയിൻ വരില്ലേ? ശരിക്കും നിങ്ങൾ സീരിയസ് ആയിട്ടാണ് പഠിച്ചത്, നിങ്ങൾ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ആസ്പിരൻ്റ് ആണെങ്കിൽ ഇത് കണ്ട് നിങ്ങൾക്ക് പേടിയാവും, നിങ്ങൾക്ക് പെയിൻ വരും, നിങ്ങൾക്ക് കഷ്ടപ്പാട് വരും, നിങ്ങൾക്ക് തോന്നും അയ്യോ അപ്പോൾ എനിക്ക് കിട്ടൂല എന്നുള്ള കാര്യങ്ങൾ. ബട്ട് ഐ വിൽ ബി സോ ഹാപ്പി. വൈ? ബിക്കോസ് നിങ്ങളിത് മനസ്സിലാക്കുന്നത് 1 മാസം മുന്നെയോ 1.5 മാസം മുന്നെയോ ആണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെയും ടൈം മാനേജ്മെൻറ്റ് പഠിക്കാൻ, സ്ട്രാറ്റജീസ് പഠിക്കാൻ, തെറ്റുപറ്റിപ്പോയിട്ടുള്ള ടോപ്പിക്കുകൾ തിരഞ്ഞെടുത്ത് പഠിക്കാനൊക്കെ പിന്നെയും നേരമുള്ളൊരു സമയത്താണ് നമ്മളിത് മനസ്സിലാവുക. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ എല്ലാം പഠിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ പറയുന്ന ഒരു മോക്ക് എക്സാം നമ്മൾ എഴുതി നോക്കുന്നതെങ്കിൽ സംഭവിക്കുന്നത് എന്തായിരിക്കും? പിന്നെ നമുക്ക് സമയമില്ല, നമ്മൾ അപ്പോഴത്തേക്കും വീണ്ടും മനസ്സിലാക്കും. ആൻഡ് മൈ എക്സ്പീരിയൻസ്, ഒരുപാട് സ്റ്റുഡൻസിനെ കണ്ടിട്ടുണ്ട്, ആരെഴുതുന്ന മോക്ക് എക്സാം ആണെങ്കിലും ഇനീഷ്യലി എഴുതുന്ന മോക്ക് എക്സാംസിൽ മാർക്ക് കുറവായിരിക്കും. ടോപ്പിൽ തന്നെ ഒരുപാട് സ്റ്റുഡൻസിൻ്റെ കഥകളും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ആദ്യം എഴുതുന്ന മോക്ക് എക്സാമിൽ ചിലപ്പോൾ 300, 380, 400 ഒക്കെ കിട്ടിയ ആൾക്കാർ 700ലേക്കും 720ലേക്കും ഒക്കെ തന്നെ ഫൈനൽ മോക്ക് എക്സാംസിൽ പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. സോ ദിസ് ഷുഡ് ബി ഡൺ ഓവർ എ പീരിയഡ് ഓഫ് ടൈം, കുറച്ച് സമയം കൊണ്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പോൾ ഞാനിന്നിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് മാർച്ച് 3-ാം തീയതിയാണ്. അപ്പോൾ മാർച്ച് 3-ാം തീയതി നിങ്ങൾക്ക് ഒരു മോക്ക് എക്സാം എഴുതാൻ പറ്റിയില്ലെങ്കിൽ മാർച്ച് 15-ാം തീയതി നോക്കുക, അല്ലെങ്കിൽ മാർച്ച് 20-ാം തീയതി നോക്കുക, അതല്ലെങ്കിൽ മാർച്ച് 29-ാം തീയതി എങ്കിലും ഞാൻ പറയാം ആ ഒരു സമയത്തേക്കെങ്കിലും എന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായിട്ട് ഒരു എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ആൻഡ് എത്ര എണ്ണം എഴുതണം എന്നുള്ളൊരു ചോദ്യമുണ്ട്. ചില ആൾക്കാരൊക്കെ പറയും ദിവസത്തിൽ 2 എണ്ണം വരെ എഴുതാൻ നല്ലതാണെന്നൊക്കെ പറയും. ദാറ്റ്സ് ലൈക്ക് അബ്സല്യൂട്ട്ലി ഭയങ്കര ഓവർവെൽമിങ് ആയിട്ടുള്ള നമ്പറാണ്. അത് നടക്കില്ല.
കാരണം ഒരു മോക്ക് എക്സാംസ് എഴുതാന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഗോൾഡൻ പീരീഡ് ഉണ്ട് 2 to 5 എവറി ഡേ. ലൈക്ക് 2 മണി മുതൽ 5 മണി വരെയാണ് നമ്മുടെ ബ്രെയിൻ ഏറ്റവും ഷാർപ്പായിട്ട് നമ്മൾ കീപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു ടൈം. നീറ്റ് എക്സാം ആ സമയത്താണല്ലോ നടക്കുക. അപ്പോൾ ഈ 2 to 5 ഒരു എക്സാം എഴുതി അതിൻ്റെ അനാലിസിസ് ഒക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1.5-2 മണിക്കൂർ കൂടി വേണം. സോ 5 മണിക്കൂർ സമയം നമ്മൾ ഈ എക്സാമിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. എവറി ഡേ 2 എക്സാം എഴുതാന്നൊക്കെ പറഞ്ഞാൽ 10 മണിക്കൂർ നമ്മൾ മാറ്റി വെക്കേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അവിടെ പഠിക്കാൻ സമയമുള്ളത്. ആക്ച്വലി നമ്മളിങ്ങനെ മോക്ക് എക്സാം എഴുതുക അല്ല നമ്മൾ ചെയ്യേണ്ട കാര്യം. ഒരു എക്സാമും നമ്മൾ എഴുതണം. ആ എക്സാമിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങൾ അനാലിസിസിലൂടെ നമ്മളൊന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കണം. ഇനിയും പഠിക്കേണ്ട, ഇനിയും മനസ്സിലാക്കേണ്ട കാര്യങ്ങളൊന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കണം. എന്നിട്ട് വി നീഡ് അനദർ ഒരു 5, 6, 7 മണിക്കൂർ അടുത്തൊരു ദിവസത്തേക്ക് പഠിക്കാനുള്ള കുറച്ച് സമയമെങ്കിലും വേണം. സോ ഞാൻ പറയുകയാണെങ്കിൽ ഒരു മാക്സിമം ഫ്രീക്വൻസി എന്നൊക്കെ പറയുന്ന ഒരു സാധനം ഡെയിലി 1 മോക്ക് എക്സാം എന്നുള്ളതാണ്. അത് മാക്സിമം ആണ്. ആൻഡ് ഐ വിൽ നോട്ട് പ്രിഫർ ദാറ്റ് തിങ്. ഐ വിൽ ആസ്ക് യു ടു ഡു ഒരു 2 ഡേയ്സിൽ ഒരെണ്ണമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിരിക്കും. ദാറ്റ് വിൽ ഗീവ് എ ബിറ്റ് ഓഫ് ബ്രീത്തിങ് റൂം ഫോർ യു. ബിക്കോസ് എവറി ഡേ ഇങ്ങനെ 2 to 5 എക്സാം, പിന്നെ ഒരു 5 to 5:30 ചെറിയൊരു ബ്രേക്ക് എടുത്ത് 5:30 to 7:30 വരെ 8 വരെയൊക്കെ നമ്മൾ എക്സാം അനാലിസിസ് ചെയ്യുമ്പോഴത്തേക്കും ഇറ്റ് വിൽ കൺസ്യൂം എ ലോട്ട് ഓഫ് എനർജി ഇൻ യുവർ ബ്രെയിൻ. നിങ്ങളുടെ ബ്രെയിനിലുള്ള ഒരുപാട് എനർജി എന്ത് ചെയ്യുന്നുണ്ടാവും, ഇത് ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നുണ്ടാവും. പിന്നെ പഠിക്കാനൊന്നും പറ്റില്ല, പിന്നെ ഭയങ്കര ടയേർഡാവും. നിങ്ങൾ എൻട്രൻസിന് റിപ്പീറ്റൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇപ്പോൾ മൺഡേ ആണ് നിങ്ങൾക്ക് എക്സാം നടക്കുന്നതെങ്കിൽ മൺഡേയിലത്തെ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്ന് രാത്രി ആകുമ്പോഴത്തേക്ക് നമ്മുടെ തലയ്ക്ക് ഒരു മരവിച്ച ഫീലിംഗ് ആയിരിക്കും. നമുക്ക് അന്നൊന്ന് കിടന്ന് ഉറങ്ങേണ്ടി വരും. കാരണം എക്സാം ഭയങ്കര എനർജി വലിച്ചെടുക്കുന്ന സാധനങ്ങളാണ്. സോ എപ്പോൾ തുടങ്ങണം എന്നുള്ള ചോദ്യത്തിന് ഞാൻ പറയാം, നിങ്ങളൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ലെങ്കിലും സ്റ്റാർട്ട് അറ്റ് ദ ഏർലിയസ്റ്റ് എന്നുള്ള രൂപത്തിൽ തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നീറ്റ് ഗാല എക്സാം വരുന്നുണ്ട്, 29-ാം തീയതിയാണ്. ഒരു ഓഫ്ലൈൻ ആയിട്ടുള്ള എക്സാമാണ്. അതിലേക്കും കൂടി വരാട്ടോ ഓഫ്ലൈൻ എക്സാമിൻ്റെ ഇമ്പോർട്ടൻസ് എന്നുള്ള കാര്യത്തിൽ. നിങ്ങൾ ഇതുവരെ എക്സാം എഴുതാത്ത ആളുകളാണ്, അല്ലെങ്കിൽ മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും യു ക്യാൻ ഗീവ് എ ട്രൈ ഓൺ ദിസ് നീറ്റ് ഗാല. ലാസ്റ്റ് ഇയറിലൊക്കെ നീറ്റ് ഗാല കഴിഞ്ഞ ആൾക്കാർ നീറ്റ് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞത് എക്സാക്ട്ലി നീറ്റ് ഗാല പോലെ തന്നെയായിരുന്നു നീറ്റിൻ്റെ പേപ്പർ വന്നിട്ടുണ്ടായിരുന്നത്. അത് വളരെ സിമിലാരിറ്റീസ് ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. യു ക്യാൻ ഗീവ് എ ട്രൈ സപ്പോസ് ഇഫ് യു ആർ നോട്ട് ഡൂയിങ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് വാട്ട് യു ഹാവ് ടു ഡു, കണ്ടിന്യൂസ്ലി നിങ്ങൾ വർക്ക് എടുത്തുകൊണ്ടിരിക്കുക. ഒരു 1 in 2 days or 1 in 3 days എന്നുള്ള രൂപത്തിലൊക്കെ തന്നെ കൃത്യമായിട്ട് മോക്ക് എക്സാംസ് എഴുതിക്കൊണ്ടിരിക്കുക. എക്സാം എഴുതുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആബ്സല്യൂട്ട് മാർക്കിൽ നോക്കിക്കൊണ്ടിരിക്കരുത്. പകരം നമ്മൾ സിസ്റ്റമാറ്റിക്കലി എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്, സ്ട്രാറ്റജിക്കലി നമ്മൾ എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം തന്നെ കൃത്യമായിട്ട് നോക്കുക എന്നുള്ളതാണ്. ഇനി ഒരു കൂട്ടം ആളുകളോട് പ്രത്യേകം സംസാരിക്കാനുള്ളത് ഓൺലൈനായിട്ട് പഠിക്കുന്ന സ്റ്റുഡൻസിനെ പറ്റിയിട്ടാണ്. +2 പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഓൺലൈനായിട്ട് ട്യൂഷനും ഓൺലൈനായിട്ട് വീഡിയോ ക്ലാസ്സുകൾ കണ്ട് പഠിക്കുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. റിപ്പീറ്റ് ചെയ്യുന്ന ആളും ഓൺലൈൻ റിപ്പീറ്റേഴ്സ് ഉണ്ട്. യു ഹാവ് ടു അറ്റൻഡ് ഓഫ്ലൈൻ എക്സാംസ്. കൃത്യമായിട്ട് ഓഫ്ലൈൻ എക്സാംസ് എഴുതി വെക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഓൺലൈൻ എക്സാംസും ഓഫ്ലൈൻ എക്സാംസും തമ്മിൽ ഐ ഹാവ് സീൻ എ ഡിഫറൻസ് ഓഫ് 100 മാർക്സ്. മിനിമം 100 മാർക്സിൻ്റെയൊക്കെ ഒരു ആവറേജ് ഡിഫറൻസ് കണ്ടിട്ടുണ്ട്. ഓഫ്ലൈനായിട്ട് എക്സാം എഴുതി 700 മാർക്ക് മേടിക്കുന്ന ആൾ ലൈക്ക് നമ്മളങ്ങനെ നോക്കുകയാണ്. അതേപോലെ തന്നെ ഓൺലൈനായിട്ട് എക്സാം എഴുതി 700 മാർക്ക് മേടിക്കുന്ന ആൾ, ഈ 2 ആൾക്കാരെയും കൂടി വേറൊരു ഓഫ്ലൈൻ എക്സാം സെൻറ്ററിൽ, അതായത് ഇപ്പോൾ നമ്മൾ നീറ്റ് പോലത്തെ ഒരു സിമുലേഷനുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുവരുത്തുകയാണെങ്കിൽ ഓഫ്ലൈൻകാരൻ ഏകദേശം ആ 700 എന്നുള്ളത് ഒരു 690, 680, 670 ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതുപോലെ നമുക്ക് തോന്നുകയാണെങ്കിൽ ഓൺലൈനായിട്ട് ചെയ്തിട്ട് ഇതേ സ്കോർ മേടിച്ചുകൊണ്ടിരുന്ന ആൾക്കാരുടെ മാർക്ക് ഒരു 100 മാർക്ക് ഡ്രോപ്പ് ചെയ്ത് ഒരു 600ലേക്കൊക്കെ പോകുന്നത് മിക്കവാറും കണ്ടിട്ടുള്ള കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഓൺലൈൻ എക്സാം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പലതരത്തിലുള്ള ഫെസിലിറ്റീസാണ്. ഒന്ന് നമ്മളിരിക്കുന്നത് നമ്മുടെ ബെഡ്റൂമിൽ തന്നെ ആയിരിക്കും ഇരിക്കുന്നുണ്ടാവുക. നല്ല സുഖമുള്ള കസേരയിൽ ചാരി ഇരുന്ന് AC ഒക്കെ ഇട്ട് വളരെ കൺവീനിയൻ്റ് ആയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിരുന്നിട്ടായിരിക്കും നമ്മൾ സാധനം ചെയ്യുന്നുണ്ടാവുക. ഓഫ്ലൈൻ എക്സാം എഴുതുന്നത് അങ്ങനെയല്ല. ഓഫ്ലൈൻ എക്സാം എഴുതുമ്പോൾ നമ്മൾ വേറൊരു സ്ഥലത്ത് പോകണം, ഒരു എക്സാമിനേഷൻ ഹാളാണ്, ബാക്കി ആൾക്കാർ വർത്തമാനം പറയുന്നുണ്ട്, കുറച്ച് കലവിലകളുണ്ട്, കുറച്ച് മൈനർ എമൗണ്ട് ഓഫ് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും. യു ക്യാൻ എക്സ്പെക്ട് നിങ്ങളുടെ നീറ്റ് എക്സാമിന് ചെറിയ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഉണ്ടാവും. നിങ്ങളുടെ ഇൻവിജിലേറ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതും നിങ്ങളുടെ അടുത്ത് വരുന്നതും പേപ്പർ വാങ്ങുന്നതും കൊണ്ടുപോകുന്നതും എടുക്കുന്നതും പിടിക്കുന്നതും, ചിലപ്പോൾ അവർ നിങ്ങളോട് പല ചോദ്യങ്ങൾ ചോദിക്കുന്നതും അവർ വർത്തമാനം പറയുന്നതും ഒക്കെ ഡിസ്ട്രാക്ഷനായിട്ട് നിങ്ങൾക്ക് വരാൻ പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഡിസ്ട്രാക്ഷൻസിൻ്റെ ഒക്കെ ഇടയിൽ ഇരുന്നിട്ട് എക്സാം എഴുതിയൊരു ശീലം ഓഫ്ലൈനിൽ എക്സാം എഴുതുമ്പോഴാണ് കിട്ടുന്നുണ്ടാവുക. സോ സപ്പോസ് ഇഫ് യു ആർ ആൻ ഓൺലൈൻ സ്റ്റുഡൻറ്റ് ഓൾസോ വട്ട് യു ഹാവ് ടു ഡു, യു ഹാവ് ടു അറ്റൻഡ് ആൻ ഓഫ്ലൈൻ എക്സാം. കൃത്യമായിട്ട് തന്നെ ഓഫ്ലൈൻ എക്സാമുകളിൽ ഇടയിൽ എഴുതി പോകണം എന്നുള്ളതാണ്. സോ വെരി ഇമ്പോർട്ടൻറ്റ് ഈസ് ദാറ്റ് നമുക്ക് മോക്ക് എക്സാം എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യണം. ഒരു ആൾട്ടർനേറ്റീവ്ലി ഒരു ആൾട്ടർനേറ്റ് ഡേയ്സിലോ അല്ലെങ്കിൽ 1 in 3 days എന്നുള്ള രൂപത്തിലോ ഇങ്ങനെ കൺസിക്യൂട്ടീവ്ലി എക്സാം എഴുതി തന്നെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ എഴുതി മുന്നോട്ട് പോകുന്ന സമയത്ത് യു ഹാവ് ടു ഫോക്കസ് ഓൺ ദ എക്സാമിനേഷൻ സ്ട്രാറ്റജി എന്നുള്ള കാര്യം. എക്സാമിനേഷൻ സ്ട്രാറ്റജിനെ പറ്റിയിട്ട് ഡോപ്പൽ തന്നെ കഴിഞ്ഞ 2 ദിവസം മുന്നേ 2 ആഴ്ച മുന്നേയുള്ള മോർണിംഗ് മീറ്റിങ്ങിനകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ യു ക്യാൻ വാച്ച് ദാറ്റ് മോർണിംഗ് മീറ്റിംഗ് ലൈവ് ഹിയർ. ഐ വിൽ പിൻ ദാറ്റ് വീഡിയോ ഹിയർ. സോ യു ക്യാൻ വാച്ച് ദാറ്റ് തിങ്, എങ്ങനെയാണ് എക്സാം എഴുതേണ്ടത് എന്നുള്ള കാര്യങ്ങൾ.
എക്സാം എഴുതുമ്പോൾ നമ്മൾ ഓരോരോ ക്വസ്റ്റ്യനെയും എങ്ങനെ ഫേസ് ചെയ്യണം, കുറച്ച് ക്വസ്റ്റ്യൻസ് ടഫായി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എങ്ങനെയാണ് ഫേസ് ചെയ്യേണ്ടത്, കുറച്ച് ക്വസ്റ്റ്യൻസ് എളുപ്പമായി വന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ആ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഐ ഹോപ്പ് യു വിൽ ബി വാച്ചിങ് ദാറ്റ് വീഡിയോ.